നമ്മൾ UAE ഒരു വീട്ടിൽ വന്നേക്കണം മാമേ. എങ്ങനെയുണ്ട് സ്ഥലം? കയറി വന്നപ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് പൂക്കി ദ ഗോൾഡൻ റിട്രീവർ. അല്ലെങ്കിൽ UAE എവിടെയെങ്കിലും വല്ല ജോലി സാധ്യതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചോദ്യം ഞങ്ങളോട് ചോദിക്കണം, അങ്കിളുടെ കമ്പനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ? അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും പെട്ടിയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങുവാണ്. മാമേ എവിടെ? പുറത്ത് നല്ല വെയിലുണ്ട്. ഇതിങ്ങോട്ട് എടുത്തോ. കൊള്ളാം, നല്ല മനോഹരമായ കാലാവസ്ഥ. ആൻറ്റി ഹായ്. ഹലോ അങ്കിൾ. ഹലോ. പെട്ടിയുണ്ട്, പേടിക്കണ്ട. അതെ ഗയ്സ്, അപ്പോൾ നമ്മളിന്ന് ഷാർജയിലേക്ക് യാത്രയാവുകയാണ്. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് 2 പേര്. അതായത് അമ്മയുടെ പ്രിയ സുഹൃത്ത് ജെസിയാൻ്റെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പുറത്ത് മാത്യൂസ് അങ്കിൾ. ഹായ്. ജെസിയാൻ്റി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഹായ് പറഞ്ഞാൽ മതി, നോക്കണ്ട കേട്ടോ. അതെ, അപ്പോൾ ഇന്ന് അമ്മാമേനായിട്ട് എന്താണ് അങ്കിൾ പരിപാടി? ഇന്ന് ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞിട്ട് വൻ പരിപാടികളാണ്. അതെ, വൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർജയിലുള്ള ഏറ്റവും വലിയ ഒരു റിസോർട്ടിലോട്ട് ഇപ്പൊ നമ്മൾ പോകുന്നത്. അതെ അതെ, അങ്കിളും ആന്റിയും താമസിക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അമ്മ ജെസ്സിയാന്റിയെ കുറിച്ച് പറ. ജെസ്സിയാന്റി എൻ്റെ കൂടെ 10th പഠിച്ചതാണ്. എവിടെ? ഏത് സ്കൂൾ? പയസ് ഗേൾസ് ഹൈസ്കൂൾ ഇടപ്പള്ളി. ഓക്കെ. ഞങ്ങള് ഒരു 3-4-5 വർഷമായിട്ടുള്ളൂ കണ്ടുമുട്ടിയിട്ട്. അപ്പൊ തുടങ്ങി ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പിലുള്ള എല്ലാവരും ഭയങ്കര കൂട്ടാണ്. ഇവരുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്താ അതിന്റെ പേര്? പോസ. അതാണ് കാര്യം. രാത്രി അമ്മ കിടക്കാൻ നേരത്ത് മൊത്തം പോസയിലെ വിശേഷങ്ങൾ ഇപ്പം എനിക്കറിയാം. കാര്യം ഫുൾ അമ്മ അല്ലേ അത് പ്ലേ ചെയ്ത് മൊത്തത്തിൽ ഇപ്പം എല്ലാവരും എനിക്ക് കാണാപ്പാടാണ്. ബൈ ദ വൈ അമ്മാമ്മ വീട്ടിട്ടുണ്ട്. അമ്മാമ്മ ഹായ് പറ. പിന്നെ നമ്മൾ ഷാർജയിലെ കാഴ്ചകളിലേക്ക് പോവാണ് അല്ലേ? യെസ്, പോവാണ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സ്റ്റഡി ലിങ്ക്സ് ഇന്റർനാഷണൽ പ്രസൻസ് അമ്മാമ്മ ഇൻ ദുബായ്. ഗൈസ്, അങ്ങനെ നമ്മൾ ജെസ്സിയാൻ്റി അങ്കിളും താമസിക്കുന്ന സ്ഥലത്തെത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ UAE വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു വീട്ടിലേക്ക് വരുന്നത്. ബാക്കി എല്ലാവരും ഫ്ലാറ്റിലാണല്ലോ താമസിക്കണം അല്ലേ? നമ്മൾ UAE ഒരു വീട്ടിൽ വന്നേക്കണം. മാമേ എങ്ങനെയുണ്ട് സ്ഥലം? ഇഷ്ടപ്പെട്ടാ? ഓ, അകത്തേക്ക് കയറാം. ഇത് എവിടെ നിങ്ങളെ കറക്റ്റ് സ്ഥലപ്പേരെന്തായിരുന്നു? റഹ്മാനിയാണല്ലേ? ഷാർജയിലെ റഹ്മാനിയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ തന്നെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന സ്ഥലമായിട്ട്. ഇതുണ്ടോ അങ്ങ് ദൂരെ അവിടെ തുടങ്ങി ഇത്രയും സ്ഥലമുണ്ട്. ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് മാത്രം, 12ാമത്തെ സ്ട്രീറ്റ് എന്നാണ്. ഇതുപോലെ ഒത്തിരി സ്ട്രീറ്റുകൾ ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം. ആൻറ്റി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നോണ്ട് നേരെ കാണാൻ പറ്റിയില്ല. വാ. ഇപ്പം കയറി വന്നപ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് പൂക്കി ദ ഗോൾഡൻ റിട്രീവർ. ഇത്രയും ചെറിയ കൂട്ടി കിടന്നോളൂ ആൻറ്റി. ആഹാ, പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടോ? നടക്കാനൊക്കെ പോവും അല്ലേ? ഇവിടെ നമുക്കൊരു മുറ്റം ഉണ്ടല്ലേ? ഇതാണോ ബാക്ക് യാർഡ്? യെസ്, അടിപൊളി. അമ്മ കണ്ട പൂക്കീനെ? അമ്മ കണ്ടില്ലേ? ഇവിടെ നല്ല കാറ്റാണല്ലേ ആൻറ്റി? ഇതാണ് ലിവിങ് സ്പേസ്. അടിപൊളി. മാമേ അങ്ങനെ ഷാർജയിലെത്തി അല്ലേ? അമ്മ ജെസ്സിയാൻ്റിക്ക് അങ്കിളിനും വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുവന്ന സാധനമാണ് കേട്ടോ ഇത്. ഇതെന്താന്ന് പറയാം മാം? എന്താന്ന്? ഇത് മാങ്ങാച്ചാറ്, ഇത് നാരങ്ങാച്ചാറ്, പിന്നെ പലഹാരം പെട്ടിയിലുണ്ട്. ഒരു പെട്ടി നിറച്ച് പലഹാരങ്ങളുണ്ട് കേട്ടോ ആൻറ്റി. എല്ലാം നാട്ടിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തതല്ലേ അല്ലേ? അതാണ്. അച്ചാർ വേണോ? മാത്യൂസ് അങ്കിളിന് അച്ചാർ. യെസ്, മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്. അതെ അതെ അതെ, അമ്മാമ്മ ഉണ്ടാക്കി കൊണ്ടുവന്നാണ്.
പിന്നെ തീർന്നില്ല, വേറെ പെട്ടിയിൽ വേറെ പലഹാരങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ അടുത്തായിട്ട് ജെസ്സി ആൻറ്റി നമുക്ക് വേണ്ടി ഒരുക്കിയ വിഭവസമൃദ്ധമായ ഐറ്റംസ് എന്തൊക്കെയാണ് ആൻറ്റി? ആൻറ്റി തന്നെ പറയൂ. ബീഫ്, ബിരിയാണി, ചോറ്, ചക്കക്കുരു, ചക്കക്കുരൊക്കെ കിട്ടും ഇവിടെ? അത് കിട്ടും അല്ലേ? പിന്നെ കായും ചേനയും അച്ചിങ്ങയും കൂടെയുള്ള ഒരു മെഴുക്കുരട്ടി, വെള്ളയ്ക്ക മെഴുക്കുരട്ടി. ഇനി ഉണ്ടായിരുന്ന? ആഹാ. പിന്നെന്താ അതിൻ്റെത്? തോരൻ, രസം, മോര്. എന്ത് വേണം മാമക്ക്? കഴിച്ചോ? ഓക്കെ, അങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ജെസ്സി ആൻറ്റിയുടെയും മാത്യൂസ് അങ്കിളുടെയും ഈ വീടിൻ്റെ ഒരു ഹോം ടൂറിലേക്ക് നമ്മൾ കടക്കേണ്ടത്. അത് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്കിൾ, അപ്പം ഇത് സത്യം പറഞ്ഞാൽ പുതിയൊരു കാഴ്ചയാണ് എനിക്ക്. കാര്യം നമ്മൾ യു എയിൽ മുന്നേ വന്നിട്ടുള്ളപ്പോൾ എല്ലാം ഫ്ലാറ്റിലാണല്ലോ എല്ലാവരും പൊതുവെ താമസിക്കുന്നത്. അപ്പോൾ എന്താണ് അങ്കിൾക്ക് ഇങ്ങനെ ഒരു വില്ല മേടിക്കണമെന്ന് തോന്നാൻ? ഞങ്ങൾ ഏതാണ്ട് ഒരു 30 വർഷമായിട്ട് ഇവിടെ യു എയിലും ബഹറിലും ഒക്കെ താമസിച്ചിട്ടുണ്ടല്ലേ. അപ്പം ആ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞതുപോലെ, കാർത്തിക് പറഞ്ഞതുപോലെ, ഞങ്ങൾ എന്നാ ഫ്ലാറ്റിലുള്ള ഒരു ജീവിതമായിരുന്നു. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ സമയത്ത് നമ്മുടെ നാട്ടിലെ കൂട്ടൊന്ന് വിശാലമായിട്ട് ഒന്ന് കാഴ്ചകളൊക്കെ കാണുക, അതുപോലെ തന്നെ മരുഭൂമിയുടെ ആ ഒരു അന്തരീക്ഷം അതൊക്കെ അനുഭവിച്ചുകൊണ്ട്. ഇത് റഹ്മാനിയ എന്ന് പറയുന്നതാണ്. ഷാർജ എയർപോർട്ടിൻ്റെ അടുത്തു നിന്നും ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ നേരെ ബാക്കിൽ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാം ലാൻഡിങ്ങും അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ ഈ ഒരു വില്ല പ്രോജക്റ്റ് ആരാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? ഇത് ഈ വില്ല പ്രോജക്റ്റ് ഷാർജ സസ്റ്റൈനബിൾ സിറ്റി എന്നും ആണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ പേര്. ഇതിപ്പം ഞങ്ങളുടേത് ഫേസ് 3 ആണ്. ഇതിന് ഫ്രണ്ടിലാണെന്നുണ്ട് ഫേസ് 4 വരുന്നുണ്ട്. ഫേസ് 1, ഫേസ് 2. ഫേസ് 1 ഒരു 2 വർഷത്തിന് മുമ്പ് അവർ ലോഞ്ച് ചെയ്ത് വീടെല്ലാം ഹാൻഡ് ഓവർ ചെയ്തു. പിന്നീടുള്ളത് ഫേസ് 2 ആയിരുന്നു. അത് 1 വർഷം മുമ്പ് കൊടുത്തു. ഇതിപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഏതാണ്ട് ഒരു 6 മാസമായി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളുടെ എക്സ്റ്റീരിയർ. അതായത് ഇവിടെ തുടങ്ങി 2 പാർക്കിംഗ് ഉണ്ടല്ലോ. ഇതും നമ്മുടെ പാർക്കിംഗ് ആണ്. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ട്. ഇവിടുത്തെ വണ്ടി ഇപ്പോൾ പുറത്തു പോയേക്കാണ്. ഇവിടുത്തെ വണ്ടി ഇപ്പം അല്ലേ? യെസ്. അപ്പോൾ നമുക്കെന്നാ അകത്തേക്ക് കയറി കണ്ടാലോ? അത് തന്നെ അല്ലേ ആൻറ്റി? ആഹാ, അമ്മ ഇവിടെ വന്നിരിപ്പണ്ടേ? വാ അമ്മേ, വാ കൂടെ വാ. അപ്പോൾ ഇതാണ് നമ്മളെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വ്യൂ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ അകത്തോട്ട് കയറുവാണ് അല്ലേ? താങ്ക് യു. ഇത് എത്ര 2 ഫ്ലോർസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇത് 2 ഫ്ലോർ ആയിട്ടാണ്. മുകളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 ബെഡ്റൂമുണ്ട്. ഇവിടെ 2 ഹോള്, ഒരു ഹോളുണ്ട്, പിന്നെ കിച്ചണ്. ഇതാണ് നമ്മുടെ മെയിൻ ലിവിങ് ഏരിയ. ഈ ഒരു തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു അറബിക് ക്ലാസിക്കൽ ടൈപ്പാണ്. നമ്മൾ ഇത്രയും നാളും ഒരു വെസ്റ്റേൺ ഒരു ലിവിങ് ആയിരുന്നു ഇത്രയും നാളും. അപ്പോൾ ഒരു വ്യത്യസ്തത വരട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു തീമിലേക്ക് പോയി. ഗോൾഡൻ തീം പിടിച്ചു. ഒരു ഗോൾഡൻ തീം പിടിച്ചു എല്ലാം. ഈ ഫർണിച്ചറൊക്കെ ഇത് ആക്ച്വലി നമ്മൾ ഇത് ഈജിപ്തിൽ നിന്ന് വരുത്തിയതാണ്. അവർ ഇത് ഈജിപ്തിൽ നിന്ന് നമ്മൾ പറഞ്ഞതനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത ഫർണിച്ചേഴ്സാണ്. നല്ലൊരു റോയൽ ഫീൽ ഉണ്ട്. ഇതൊരു 15 വർഷത്തിന് മുമ്പ് ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇവിടെ വലിയൊരു എക്സിബിഷൻ വന്നു കഴിഞ്ഞ സമയത്ത് യു എയിൽ നിന്ന് തന്നെ മേടിച്ചത്. പക്ഷേ ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടത് റൺ ചെയ്യുന്നുണ്ട്. 15 വർഷമായ ക്ലോക്കാണ്. അടിപൊളി. നമ്മൾ ബാറ്ററി മാത്രം ചേഞ്ച് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ലിവിങ് സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ഗസ്റ്റുകൾക്ക് യൂസ് ചെയ്യാം അല്ലേ? ഒരു വാഷ്റൂം ഉണ്ട്. അങ്കിൾ ഇതാരാണെന്നൊന്ന്
ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു വളർത്തുപുത്രിയാണ്. കുക്കി, പേര് കുക്കി, 2 വയസ്സുണ്ട്. ഭയങ്കര ശാന്തയ, ഭയങ്കര ശാന്ത ആണല്ലേ? ശാന്തയാണ്. ഔട്ട്സൈഡ് എന്ന് പറഞ്ഞാല് അതിനർത്ഥം വെളിയിൽ പോണമെന്ന്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങാം അല്ലേ നിങ്ങളെ? പേടിയില്ലല്ലോ ഇതിനെ? അങ്ങനെയില്ല, തുറക്കണ്ടേ? അതിനെ തുറന്നു ഞാൻ കണ്ട നല്ല കുട്ടപ്പനാക്കി. ഇന്നലെ ഞങ്ങൾ എല്ലാം കുളിപ്പിച്ച് ബ്യൂട്ടി പാർലറിലെല്ലാം കൊണ്ടുപോയി നഖം വെട്ടി എല്ലാം ചെയ്തതാണ്. കണ്ട, മുടിയെല്ലാം ട്രിം ചെയ്തു, എല്ലാം ചെയ്തു. ബ്യൂട്ടി പാർലറിലൊക്കെ കൊണ്ടുപോയി ഇന്നലെ കൊണ്ടുവന്ന് അവർ ഇവിടെ വന്നായിരുന്നു, ഇവിടെ വന്ന് ചെയ്തു. അത് ഞങ്ങൾ ഈ പുല്ല് ഇത് മറ്റേ ഇതിട്ടേക്കുന്നല്ലേ? ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. വൈകുന്നേരം വന്നിരിക്കാം, ഇരിക്കാം, കാറ്റ് കൊള്ളാം, വെയിൽ കൊള്ളാം. അതെ, പിന്നെ തുണിയൊക്കെ ഉണക്കാൻ ഉള്ള സൗകര്യമൊക്കെ. അപ്പൊ ഇത് നമ്മുടെ ബാക്ക് യാർഡാണ്. ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? ഇതുവഴി പുറത്തേക്ക് ഇറങ്ങാം. കുക്കി ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു. ആണ് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ്. ഓ നൈസ്. അങ്ങനെ അറ്റം കൊണ്ടില്ല. അപ്പൊ ഇത് ഓരോ വില്ലകളുടെയും ബാക്ക് സൈഡ് ആണ്. ബാക്ക് സൈഡ്. അപ്പൊ വൈകുന്നേരം നടക്കാനൊക്കെ ഇറങ്ങാൻ പറ്റിയ നടക്കാൻ ഉണ്ട്. നമുക്കിവിടെ ഇതെല്ലാം വെക്കാം. ചിലരൊക്കെ മാവ് വെച്ചിട്ടുണ്ട്, ഇതെല്ലാം നമ്മുടെ സ്ഥലം ഇത്. ഓ അടിപൊളി. അതന്നെ, ഇവിടെ അവിടെ തൊട്ട് ഇത്രയും നമ്മുടെ ഇതിന്റെ ബാക്കിലുള്ളത് നമ്മുടേതാണ്. ഇവിടെ ഇങ്ങനെ ഓരോ ബിൽഡിങ്സിന്റെ ഇടയിൽ ഇങ്ങനെ സ്പേസ് ഉണ്ടല്ലോ, എന്താ ഇത് നമുക്ക് വൈകുന്നേരം വന്ന് അല്ലെ രാവിലെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ വന്ന് ഇരിക്കുകയും കാറ്റ് കൊണ്ടുപോകാനും ഇരിക്കാനുള്ളതുണ്ട്. ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് കളിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി. കണ്ട, അതിനെ ഇത് ചെയ്യാനാ അതിനാ കണ്ട കുക്കിക്ക് നമ്മുടെ കൂടെ ഇരുന്ന് അതിനെ കണ്ട, അതിന്റെ കൈ വന്ന് തട്ടിയിട്ട് കണ്ടോ തിരുമ്മി കൊടുക്കാം. കണ്ടോ അടിപൊളി. കണ്ടോ കണ്ടോ കുക്കി അവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഇവിടെയാണ് കുക്കിയുടെ വീട് ഈ കാണുന്നത് അല്ലേ? അത് ഞങ്ങളിപ്പോ ഇതാണോ ഫ്രിഡ്ജ്? അതാണ് ഫ്രിഡ്ജ്. ഇതാ ഫ്രിഡ്ജ്. അതല്ലേ വെള്ളം എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഓ അടിപൊളി. കബോർഡ് പോലെ തന്നെ സെറ്റ് ചെയ്തേക്കും അല്ലേ? ഓ നൈസ്. താഴെ ഇവിടെ ഫ്രീസർ താഴെയാണ്. കുക്കി തിരിച്ചു വന്ന് കിടന്നല്ലോ. അടിപൊളി. അപ്പൊ നിങ്ങൾ ഇവിടെ ഉള്ള ഈ സ്പേസ് എന്താണ്? ഈ സ്പേസ് ഞങ്ങളുടെ ഡൈനിങ്ങും ഉള്ള ഒരു ഓപ്പൺ കിച്ചനും ആയിട്ട് റിലേറ്റഡ് ആയിട്ട്. ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. കിച്ചണിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഈസിയാണ്. അതെ അതെ. ഇവിടെ വേറെ ലിവിംഗ് സ്പേസ് ഉണ്ടല്ലേ? ഇവിടെയുണ്ട് ലിവിംഗ് സ്പേസ്. ടി വി ആണെന്ന് ഇവിടെയാണോ? അപ്പൊ ഫ്രിഡ്ജ് ഉള്ള പോലെ തന്നെ ഓവനും അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത് അല്ലേ? ബോട്ടിലായിട്ട്. അപ്പം ഇവിടെയാണ് വാഷിംഗ് മെഷീൻ അല്ലേ? വാഷിംഗ് മെഷീൻ ഏരിയ ഇവിടെയാണ്. കൊള്ളാം. ഇവിടെ ആയിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇവിടെയും വേറെ ഫ്രിഡ്ജ് ഉണ്ട് അല്ലേ? ഇവിടെയുണ്ട്. അപ്പൊ ഈ നേരെ കാണുന്ന നമ്മള് കേറി ഇത് കണ്ടില്ലേ? ജെസ്സിയുടെ സ്റ്റോറേജ്. അടിപൊളി. അത്യാവശ്യം കുറെ സാധനങ്ങൾ ഇരിക്കുമല്ലോ. ജസ്റ്റ് അടച്ചാൽ അത് നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. പുറത്ത് അവിടെ ഇവിടെ ഇടണ്ടല്ലേ? അത് തന്നെ. വെളിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇതുപോലെ ഇരിക്കും, പക്ഷെ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ ഒരു ഷോറൂം പോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചോണ്ടിരുമ്പോ നമുക്ക് ഫ്രണ്ടിൽ കൂടെ കൊണ്ടുവരേണ്ടതില്ല, നേരെ അടുക്കളയിലേക്ക് വെക്കാമല്ലോ. അതെ, എന്തായാലും കൺവീനിയന്റ്. ഓപ്പൺ ആക്കി കഴിഞ്ഞാലേ വണ്ടിയിൽ നിന്ന് നേരെ സാധനങ്ങൾ ഇതില്ല നമുക്ക് കൊണ്ടുവരാം. അത് കൊള്ളാം. അപ്പൊ ബെഡ്റൂംസ് എല്ലാം മുകളിലാണല്ലേ? താഴത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്കിനി മുകളിലേക്ക് പോവാം. അപ്പൊ കുക്കി കിടക്കുന്നതിന്റെ ഇപ്പുറത്തായിട്ടാണ് സ്റ്റേഴ്സ് അല്ലേ? മുകളിലേക്ക് പോവാം. കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡില് ആദ്യത്തെ റൂം. ഇതാണ് അങ്കിളുടെ മകന്റെ റൂം. അടിപൊളി.
ആള് മ്യൂസീഷ്യൻ ആണെന്ന് തോന്നുന്നു, പിയാനോ ഒക്കെ ഇരിപ്പുണ്ട്. അത് തന്നെ, പിയാനോ ഉണ്ട്, കീബോർഡ് ഉണ്ട്, ഗിറ്റാർ ഉണ്ട്. ഓ, ഇപ്പൊ എവിടെയാണ്? ഇപ്പം സ്കോട്ട്ലൻഡിലാണ് പഠിക്കുകയാണല്ലേ? പഠിക്കുകയാണ്. ഓ, ഇവിടെ ഈ ഓപ്പോസിറ്റ് എന്താണ്, അത് കോമൺ ടോയ്ലറ്റ് ആണോ? ഇത് കോമൺ ടോയ്ലറ്റ് ആണ്. നോക്കട്ടെ, ഇവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ടല്ലേ മുകളിൽ. ഓ നൈസ്. പിന്നെ ഇവിടെ ഈ സ്പേസ് എന്താണ്? ഇത് നമുക്ക് അത്യാവശ്യം ഒരു ടീയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള ചെയർ ഇട്ട് കഴിഞ്ഞാൽ പോകാതെ മുകളിൽ തന്നെ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാം, ഉണ്ടാക്കാം. അത്യാവശ്യം വേണ്ട ചെറിയ ഫ്രിഡ്ജാ. അവിടെ ചെറിയൊരു ഫ്രിഡ്ജും ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള വില്ലയും കാണാം. നൈസ്. അപ്പോൾ ഈ മുകളിലത്തെ സ്പേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഒരു റൂമുണ്ട്. അത് അങ്കിളുടെ ആൻറ്റിയുടെയും മോളും ഹസ്ബൻഡും ആണല്ലേ ഇവിടെ ഈ റൂമിൽ? യെസ്. അവരിപ്പോൾ പുറത്ത് പോയേക്കാണ്. തൊട്ട് ഇപ്പുറത്തെ അങ്കിളെ ഇവിടെ ഇതൊരു ബെഡ്റൂമാണ്. ഇത് ഞങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂം. ഗസ്റ്റ് ബെഡ്റൂം. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം അല്ലേ? ബെഡ്റൂം. എല്ലാത്തിൻ്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സ് ഉണ്ടല്ലോ അല്ലേ? പിന്നെ നല്ല പുറത്തുനിന്നുള്ള വെളിച്ചം നമുക്ക് നല്ലോണം കിട്ടുമല്ലേ എല്ലാ സ്ഥലത്തും? ഇവിടെ നല്ല കാറ്റും വെളിച്ചം വളരെ നന്നായിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റ് ഉണ്ട്, കണ്ടോ? അതാകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തുറന്നു വിടാം അല്ലേ? തുറന്നു വിടാം നമുക്ക്, ചൂടില്ലാത്ത സമയമാണ്. പിന്നെ അങ്ങോട്ട് പോകാങ്ങളെ. അടുത്ത മാസ്റ്റർ ബെഡ്റൂം അല്ലേ? മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്, അതാണ് എപ്പോഴും നല്ല ലൈറ്റ് അകത്തോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂം. ഇനി ഇത് നോക്കി, ഇവിടെ വാർഡ്രോബാണോ? വാക്കിൻ വാർഡ്രോബാണല്ലേ? വാക്കിൻ വാർഡ്രോബ് ടൈപ്പാണ്. പിന്നെ വാഷ്റൂം ഇവിടെ കൊള്ളാം. ഓക്കെ, അങ്ങനെ നമ്മൾ ജെസ്സാൻ്റെയും മാത്യൂസങ്ങളുടെയും വീടൊക്കെ കണ്ടു, വിശേഷങ്ങളൊക്കെ കേട്ടു. ഇനി ആക്ച്വലി അങ്കിളിനെ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ അങ്കിൾ, ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് അങ്കിളുടെ പ്രൊഫഷൻ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ വീടൊക്കെ മേടിച്ചെന്ന് പറയുമ്പോൾ കാണുന്ന ആൾക്കാർക്കൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും. ഇപ്പോൾ എന്നോട് വരെ പലരും ചോദിക്കുന്നതാണ് എന്താണ് താങ്കളുടെ ജോലി എന്നുള്ളത്. അതുപോലെ അങ്കിളിനോട് ഞാൻ ചോദിക്കുകയാണ്, എന്താണ് അങ്കിളുടെ പ്രൊഫഷൻ? എൻ്റെ പ്രൊഫഷൻ, ഞാനൊരു 30 വർഷമായിട്ട് എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുവാണ്. നമുക്ക് ഒരു 4 പബ്ലിക്കേഷൻസ് ഉണ്ട്. ഇതെല്ലാം ഒരു B2B പബ്ലിക്കേഷൻസ് ആണ്, ബിസിനസ് ടു ബിസിനസ് പബ്ലിക്കേഷനാണ്. ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ഒരു അഗ്രികൾച്ചർ മാഗസിനുണ്ട്, ഗൾഫ് അഗ്രികൾച്ചർ എന്നാണ് ആ മാഗസിൻ്റെ പേര്. വേറെ ഒരെണ്ണമുള്ളത് ഫുഡ് ബിസിനസ് ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ്. പിന്നെ ലൈഫ് സ്റ്റോക്ക് ആൻഡ് പോൾട്രി മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞ് വേറെ ഒരു ലൈഫ് സ്റ്റോക്ക് ആൻഡ് ആനിമൽ ബ്രീഡിങ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. പിന്നെ ട്രാവൽ ബിസിനസ് എന്ന് പറഞ്ഞൊരു ട്രാവൽ മാഗസിനും ഉണ്ട്. 4 മാഗസിൻസും അതിൻ്റെ എല്ലാ ന്യൂസ് പോർട്ടലും ഉണ്ട്. ആൻറ്റിയും കൂടെ തന്നെ ഉണ്ടല്ലേ? ചെറിയ സപ്പോർട്ട് കൊടുക്കുന്നു. അതെന്താണ് ചെറിയ സപ്പോർട്ട്? കൂടെ ട്രാവൽ ചെയ്യും, ഓഫീസിൽ ആളില്ലാത്തപ്പോൾ പോയി എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പം നിങ്ങളുടെ ഒരു മാഗസീൻ ഒന്ന് കാണിച്ചു തരാമോ എനിക്ക്? ഇതാണ് ഫുഡ് ബിസിനസ് ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ്. ഇതാണ് ഫുഡിൻ്റെ? ഇത് ഫുഡിൻ്റെ ഒരു മാഗസിനാണ്. ഇതിനകത്തിലുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഫുഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ്, ഇൻഗ്രീഡിയൻസ്, പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പിന്നെ എക്യുപ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഫുഡ് റിലേറ്റഡ് ഇൻഡസ്ട്രീസിനെ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന. അങ്ങളിപ്പോൾ 30 വർഷമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നോ? ഞാൻ ഇവിടെ അതായത് UAE-യിലും ബഹറിലുമായിട്ടും ഇപ്പം 33 വർഷമായി. അതായത് 13 വർഷം ഞങ്ങൾ ബഹറിലായിരുന്നു. അതിനുശേഷം ബഹറിലും എഡിറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇതുപോലുള്ള വേറെ ഒരു പബ്ലിക്കേഷനാണ്, B2B മാഗസിൻ്റെ എഡിറ്ററായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ UAE-യിലോട്ട് വന്നത്. 2004 വന്ന് ഇവിടെ 20 വർഷം കഴിഞ്ഞു. അപ്പം നമുക്ക് മാഗസീൻസ് ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, പിന്നെ ഈ നമ്മുടെ ഈ പബ്ലിക്കേഷനാണ് ഒട്ടുമിക്ക എക്സിബിഷൻസിൻ്റെയും ഒഫീഷ്യൽ മീഡിയ പാർട്ട്ണർ. ഇപ്പോൾ ഇവിടെ UAE-യിലെ ഏറ്റവും വലിയൊരു എക്സിബിഷനാണ് ഗൾഫ് ഫുഡ് എന്ന് പറയുന്നത്. അത് അറൗണ്ട് ഒരു 6000
എക്സിബിറ്റേഴ്സോളം വരുന്നതും 1,50,000 ട്രേഡ് വിസിറ്റേഴ്സ് വരുന്ന ഒരു ഷോയാണ്. അങ്ങനെ ഇവിടെ ഉള്ള ആ ഒരു ഷോ ഉണ്ട്. പിന്നെ ഏതാണ്ട് ഒരു 40-45 എക്സിബിഷൻ്റെ മീഡിയ പാർട്ട്ണർ ഞങ്ങളാണ്. അപ്പോൾ അടിപൊളി. അപ്പം മൊത്തം 30 വർഷമായി യു എയിൽ മാത്രം 20 വർഷമായിട്ട് വിജയം കൈവരിച്ച ഒരു മലയാളിയാണ് മാത്യൂസ് അങ്കിൾ അല്ലേ? അപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചോട്ടെ, ഇവിടെ ഞാനിപ്പോൾ വന്നപ്പോൾ തുടങ്ങി എനിക്ക് കുറേ മെസ്സേജൊക്കെ വരുന്നതാണ്, ബ്രോ ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ എവിടെയെങ്കിലും വല്ല ജോലി സാധ്യതയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചോദ്യം ഞങ്ങളോട് ചോദിക്കണം, അങ്കിളുടെ കമ്പനിയിൽ വല്ല വേക്കൻസി ഉണ്ടോ? ഇപ്പം നമ്മുടെ കമ്പനിയിൽ ഉള്ള വേക്കൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്. വെബ്സൈറ്റ് ന്യൂസ് പോർട്ടൽ ഹാൻഡിൽ ചെയ്യണം, പിന്നെ മാഗസിൻസിൻ്റെ പ്രൊമോഷൻസ്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻസ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഞാനൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കൂടി തരികയാണ് മാത്യൂസ് അങ്കിളുടെ വക. അങ്ങനത്തെ ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് അല്ലേ സെറ്റ് ആവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്കിളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും തരികയാണെങ്കിൽ ഞാനത് വീഡിയോയിൽ കൊടുത്തേക്കാം. ഓക്കെ യെസ് ഗൈസ്. അപ്പോൾ അങ്കിളൊക്കെ ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുതിയ 2 പേരും കൂടി നമ്മളുടെ വ്ളോഗിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. റിക്കി ആൻഡ് മേഘ. അമ്മു എന്നാണ് കുട്ടി കളിക്കുന്നല്ലേ? മേഘയാണ് അങ്കിളുടെ മോൻ, സോറി അങ്കിളുടെ മോൾ ആൻഡ് ഹസ്ബൻഡ്. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നൊക്കെ? ഓ, ഡാഡിന്റെ കമ്പനിയിൽ എഡിറ്റർ ആണല്ലേ? ആൻഡ് റിക്കി? ഇവന്റ്സ് ആണ്. അടിപൊളി. അപ്പോൾ നമുക്ക് ജസ്റ്റ് റൂം ഒന്ന് കണ്ടിട്ട് വരാം. യെസ്, ഇതാണ് നമ്മൾ നേരത്തെ കാണാൻ പറ്റാത്ത. എൻ്റെ അമ്മോ, വമ്പൻ ആംബിയൻസ് ആണല്ലോ ഇവിടെ. ഇത് ഫുൾ ടൈം ഇങ്ങനെ ആയിരിക്കുമോ? ആണോ? അവസാനം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ വില്ല കാണാൻ തോന്നും. അപ്പം നേരം ആക്ച്വലി ഏകദേശം വൈകുന്നേരമായി. അപ്പോൾ നമ്മളിത് നടക്കാനൊക്കെ പോകുന്നുണ്ട്. ഓ, ദിസ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളില്ലാത്തതുകൊണ്ട് പിന്നെ പ്രൈവസിലേക്ക് കയറണമെന്ന് വിചാരിച്ചു, എടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കണ്ടില്ലായിരുന്നു, മിസ്സായി പോയേനെ. ആക്ച്വലി താഴെ PS5 ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അങ്കിളിനോട് ചോദിച്ചു ആരാണ് ഇവിടെ കളിക്കുന്നത്. കാര്യം എവിടെ PS5 കണ്ടാലും എനിക്ക് ഭയങ്കര സമാധാനമാണ്. ബിക്കോസ് ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് കളിക്കാനേ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിരിക്കുകയായിരുന്നു. മനസ്സിലാവും. അതെ അതെ, ഒരു കണക്ഷനായി. യെസ്. അപ്പോൾ എനിക്ക് എന്തായാലും സമാധാനമായി. രാത്രി ഞങ്ങൾ ഇനി കളിക്കുന്നുണ്ട്. ഒന്ന് വാക്കിനൊക്കെ പോയി വന്നിട്ടല്ലേ? യെസ്. അപ്പോൾ നമുക്കിനി അമ്മാമ്മയായിട്ടൊന്ന് നടക്കാനിറങ്ങാം. ഗൈസ്, അപ്പോൾ വൈകുന്നേരമായി. നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാനിറങ്ങി കേട്ടോ. അവിടെ ദൂരെ അമ്മയമ്മയൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പം കുക്കിയായിട്ട് മേഘ അതിൽ നടക്കുന്നുണ്ട്. ബൈ ബൈ കുക്കി. അപ്പം അത് അവിടെ കൊണ്ടുപോകണം അല്ലേ? ഇടയ്ക്ക് വീടിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഡാർക്കായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കുക്കിക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. യെസ്. അപ്പോൾ ഞാനിവിടേക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിലേക്കൂടെ നടക്കായിരുന്നു. ആക്ച്വലി ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ ഇവിടെ. അതായത് നമ്മൾ എന്താ പറയുക, ഒരു ഇപ്പോൾ ദുബായ് ഏരിയയൊക്കെ മൊത്തം ഭയങ്കര തിരക്കും ഇതൊക്കെ ആയിട്ട് അതിൻ്റെ കുറച്ച് ഇപ്പുറത്തോട്ട് മാറി തന്നെ ഇത്രയും കാമായിട്ടുള്ള ഏരിയ കൂടെ നടക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു സമാധാനം. ഇങ്ങനെ മിക്കവാറും നടക്കാറുണ്ടല്ലോ നിങ്ങൾ? നടക്കാറുണ്ട് കുക്കിയുമായിട്ട്. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര ചൂടാണ്. സോ ഞങ്ങൾ വണ്ടി എടുത്ത് വെളിയും മോളിൽ പുറത്തേക്കും. വിന്റർ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര സൂപ്പർ ആയിരിക്കും അല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പൊ ഈ ചൂട് ഇപ്പൊ ഈവനിങ്ങിൽ കുറവായതുകൊണ്ട് സോ ആൾക്കാരെല്ലാം സൈക്കിൾ ചവിട്ടാനും നടക്കാനും ഡോഗിനെ വാക്ക് ചെയ്യാനും എല്ലാത്തിനും കൊണ്ടു. സോ ഇറ്റ്സ് ഗുഡ്. ക്ലൈമറ്റ് ഈസ് ഓക്കെ, ബട്ട് ഇച്ചിരി ചൂടുണ്ട്. അതെ, ഇപ്പൊ ഇച്ചിരി ചൂടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ വീണ്ടും വിന്റർ ആണ്. ഇതെന്താ റോഡാണോ ഇവിടെ? ഇതാണെങ്കില് പാർക്കാണ്, എന്നുവെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനും പിന്നെ കുറച്ച് ഒത്തിരി വെജിറ്റേഷൻസും ഫ്ലവേഴ്സും എല്ലാം ഉള്ളത് വിത്ത് ഒരു ചെറിയൊരു പോണ്ട് ഉണ്ട് അല്ലേ? സോ അങ്ങോട്ട് കാണിക്കാൻ ഞാൻ ആണല്ലേ? നമുക്ക് പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോണ്ട്. ഓ, കിടിലൻ ആംബിയൻസ് ആണ് ഇവിടെ. ആൻഡ് പോണ്ടിൻ്റെ കുറച്ച് അടുത്തോട്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മീനുകളൊക്കെ കാണാം. അത് കണ്ടോ, ഇവിടെ ഈ നീന്തി നടക്കുന്ന എല്ലാ മീനുകളാണ്. അതിന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമില്ല ബ്രോ, നല്ല ലൈറ്റിങ് അല്ലേ? നല്ല അണ്ടർ വാട്ടർ ലൈറ്റിംഗ് ആണ്. അടിയിലാണ് കണ്ടോ. ഇപ്പോൾ ഇവിടേക്ക് ഈ ലൈറ്റൊക്കെ കണ്ടോ, വെള്ളത്തിൻ്റെ അടിയിലാണ് വെച്ചേക്കുന്നത്. അത് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അതാകുമ്പോൾ രാത്രി വരുമ്പോഴും നമുക്ക് മീനുകളെ കാണാൻ പറ്റും. ഏകദേശം ഞങ്ങളിപ്പോൾ നടന്ന് വന്നേക്കുന്ന ഒരു സ്ഥലം കണ്ടോ, 4 സ്ഥലത്തേക്ക് എന്തോരമാണ് വഴി കിടക്കണേന്ന് നോക്കി. ഇങ്ങോട്ടും കുറേ വഴി,
ആൻഡ് ഇങ്ങോട്ട് ഇപ്പം ഞങ്ങളൊരു കാടിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്ന പോലത്തെ ഫീലും ഇതൊരു രക്ഷയില്ല ബ്രോ, അടിപൊളി. ഈ ലിമിനൽ സ്പേസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, എന്നുവെച്ചാൽ എവിടെ പോയാലും സെയിം കാര്യം തന്നെ, അതാ ലിമിനൽ സ്പേസ്. അതുപോലെ സത്യം, എങ്ങോട്ട് നോക്കിയാലും ഒരേപോലത്തെ വഴികൾ. ഞങ്ങളിതാ ഈ വഴി നടന്നാ നോക്കി, നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല, ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ ഒരു വിന്റർ ടൈമും കൂടി ആണെങ്കിൽ അല്ലേ, നല്ല തണുത്ത കാറ്റും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഇതിലേക്കൂടി നടക്കുമ്പോഴുള്ള ഫീല് അന്യായമായിരിക്കും. അപ്പോൾ അതായത് പല വീടുകളുടെയും ബാക്ക് സൈഡിൽ കൂടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നൈസ്. ഏകദേശം 3 കിലോമീറ്റർ സ്ട്രെച്ചാണ് കേട്ടോ ഇത്. പിന്നെ വർത്താനം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾ ദൂരം ഒന്നും അറിയുന്നില്ലല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ കാലുവേദന എടുക്കുമ്പോഴായിരിക്കും ആലോചിക്കുന്നത്. ഗൈസ്, അങ്ങനെ നമ്മുടെ വില്ലയുടെ ചുറ്റുമുള്ള നടത്തവും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ജസ്റ്റ് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. ബൈ എന്നെ കൊണ്ടുപോകുന്നത് മേഘയും റിക്കിയും കൂടിയാണ് കേട്ടോ, ഇൻ ഹിസ് ഫോർച്യൂണർ. ഈ ഫോർച്യൂണറിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ് റിക്കി? V6 and it's really good. It's the last of its kind. V6 എഞ്ചിനാണ്. കാറിനോട് താല്പര്യമുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, ബാക്കിയുള്ളവർ വിചാരിക്കും നമുക്ക് V6 D6 ഇത് ലാസ്റ്റ് 2025 മോഡല്. ഈ മോഡൽ കഴിഞ്ഞാൽ ഷേപ്പ് ചേഞ്ച് ചെയ്യും. ഓ ആണല്ലേ. സോ ദ ലാസ്റ്റ് ഓഫ് ദ ഫോർച്യൂണേഴ്സ് ലാസ്റ്റ് ഷേപ്പ് V6ന്റെ. നൈസ്. ബൈ നമ്മൾ എങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്? ഉമർ അൽ ഖയാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അറബിക് ട്രഡീഷണൽ ഫുഡ് ഉള്ള ഒരു സ്ഥലമാണ്. ഓ, സോ ഇത് സിറിയൻ ക്വിസീൻ ആണോ? സിറിയൻ ക്വിസീൻ. നല്ല ഫുഡ്, ട്രൈ ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി യമ്മി. മിഡിൽ ഈസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മളിവിടെ നല്ല ഗ്രിൽഡ് ഫിഷ് കഴിക്കണം, അതുപോലെ മന്തി കഴിക്കണം. ഇതൊക്കെയാണ് എന്തായാലും ഇപ്രാവശ്യത്തെ UAE ട്രിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആണ് മൊത്തം. ഞാൻ അങ്കിളോട് പറയുന്നത് ആദ്യമായിട്ടാണ് UAE വന്നിട്ട് ഒരു വീട്ടിൽ വരുന്നത്. മോസ്റ്റ്ലി UAE നമ്മൾ എവിടെ പോയാലും എല്ലാവരും ഫ്ലാറ്റിലാണല്ലോ താമസിക്കുന്നത്. അതും പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ അമ്മാമ്മക്ക് ഈ എക്സ്പീരിയൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. കാര്യം എന്താണെന്ന് പറയുക, ബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ അമ്മാമ്മയുടെ പ്രായമുള്ളവര് എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു മാരേജിനൊക്കെ ചെന്നാൽ ഇവർക്ക് എപ്പോഴും സംസാരിക്കാനുള്ള ടോപ്പിക്സ് ഭയങ്കര ലിമിറ്റഡാ. ഒന്നില്ലെങ്കിൽ വല്ല സീരിയലിനെ പറ്റിയോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ കുടുംബ പ്രാരാബ്ദം അങ്ങനത്തെ ഉള്ളു. അപ്പൊ നൗ ഐ എം ഗ്ലാഡ് ദാറ്റ് മൈ ഗ്രാൻഡ് മൈ വിൽ ഹാവ് മച്ച് കൂളർ തിങ്സ് ടു സേ. എവിടെയെങ്കിലും പോയിരുന്നു, അതെ, ബുർജ് ഖലീഫ പോയതും പിന്നെ ബോട്ടിങ്ങിന് പോയതും ഇപ്പൊ അറബിക് ഫുഡിനും ഇല്ല കണ്ടതൊക്കെ പറയാലോ അമ്മാമയ്ക്കല്ലേ. ഇവിടുന്ന് ലൈക് ലെറ്റ്സ് സേ ഒരു 10 minutes അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. നൈസ്. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? റഹ്മാനിയ അല്ലേ? അൽ റഹ്മാനിയ. ഷാർജ സസ്റ്റൈനബിൾ സിറ്റി, അതായി കമ്മ്യൂണിറ്റിയുടെ പേര്. ഷാർജ സസ്റ്റൈനബിൾ സിറ്റി അല്ലേ? ഓസം. ഗൈസ്, അപ്പോൾ അവിടെ ദൂരെ കാണുന്നതാണ് ഒമർ അൽ ഖയാം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ. റെസ്റ്റോറൻറ്റ് എവിടെയാണെങ്കിലും നമ്മൾ ഇവിടെ ആയിരിക്കും ഇരിക്കുന്നത്. അകത്തോട്ട് പോകാം. മാമേ വിശപ്പായില്ലേ? വിശപ്പായ അകത്തോട്ട് കയറാം നമുക്ക്. ഗൈസ്, ഇവിടെ നമുക്ക് മിക്സ് പ്ലാറ്ററാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിൽ എന്തൊക്കെയുണ്ട് ബ്രോ? ഇതിൽ ചിക്കൻ ഉണ്ട്, ചിക്കൻ കബാബ്, മട്ടൺ കബാബ്, പിന്നെ റിബ്സ് ഉണ്ട്, ലാം ചോപ്സ്, and then അറായസ്. ലാമ്പിന്റെ റിബ്സ് ആണല്ലേ ഇത്? ലാസ്റ്റ് എന്താ പറഞ്ഞത്? അറായസ്. അതെന്താ സാധനം? കുബൂസിന്റെ അകത്ത് മിൻസ് മീറ്റ് ഒക്കെ ഉണ്ടാക്കി ഫ്രൈ ചെയ്ത്. സ്റ്റഫ്ഡ് കുബൂസ് മീറ്റ് ആണ്. ഇതിൻ്റെ അകത്ത് മീറ്റ് വെച്ച കുബൂസ്. പിന്നെന്താ അത് ക്യാബേജ് ആണെന്ന് തോന്നുന്നു. ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഇതുപോലത്തെ 2 പ്ലാറ്റർ നമുക്കുണ്ട്. അത് റൈസ് വേണമെങ്കിൽ റൈസ് എടുക്കാം, അല്ലെങ്കിൽ കുബൂസ് എടുക്കാം. റൊട്ടിയാണോ? റൊട്ടിയുടെ സൈസ് നോക്കിയേ, അടിപൊളി. റൊട്ടി വേണോ അമ്മക്ക്? എന്താണ്, റൈസ് വേണോ റൊട്ടി വേണോ? ചോറ് മതി. അമ്മക്ക് എങ്ങനെ രാത്രി കഴിച്ചിട്ട് ചോറും പുളിശ്ശേരിയാണ് പതിവ്. ഈ പരിപ്പൊഴിച്ച് കഴിച്ചോ മാമ ചോറ് കേട്ടോ, സൂപ്പ്. അപ്പോൾ ഇത് സിറിയൻ ക്വിസീനാണ് അല്ലേ? യെസ്, സിറിയൻ ക്വിസീനാണ്. പിന്നെ മേഘ എന്താ പറയുന്നുണ്ടായിരുന്നു? മമ്മിയുടെ ചേന കഴിച്ചപ്പോ നാക്ക് മൊത്തം ചൊറിഞ്ഞിരിക്കും. അപ്പോൾ മേഘക്കപ്പം എന്താ കഴിക്കേണ്ടതെന്ന് അറിയില്ല, ചേന കഴിച്ച് ചൊറിഞ്ഞിരിക്കുന്നോണ്ട്. ഇത് മാറാൻ എന്താ കഴിക്കാറ്? മമ്മി ആണെങ്കിൽ ഒരു ലെമൺ ആൻഡ് മിന്റ് തന്നു. ആണോ? അപ്പൊ ഒന്നുകൂടി ചൊറിച്ചിലായി? ഇപ്പൊ കുഴപ്പമില്ല. ഇല്ല, ഓക്കെ, കഴിക്കാലോ അല്ലേ? അപ്പം പിന്നെ ബൈ ദ ബൈ ഇവിടെ ഹമ്മൂസ് ഉണ്ട് കേട്ടോ. ഇത് അടിപൊളി സാധനം. നമ്മുടെ നാട്ടിൽ ഇത്രയും ക്വാളിറ്റി ഹമ്മൂസ് കിട്ടാറില്ല. ഇതെന്തായാലും അടിപൊളിയായി. സ്റ്റഫ്ഡ് കുബൂസ് കഴിച്ചോട്ടെ. കൊള്ളാം. അതായത് ചെറിയൊരു ലെയറാണ് ഉള്ളിൽ മിൻസ്ഡ് മീറ്റ് അതൊക്കെ ആയിട്ടുള്ളത്.
അടിപൊളി സാധനം. ഗൈസ് അങ്ങനെ കഴിച്ചിട്ടിറങ്ങി. നല്ല ഫുഡായിരുന്നു കേട്ടോ. വളരെ ഓതൻറ്റിക് ആയിട്ടുള്ള സിറിയൻ ക്യുസീൻ ആയിരുന്നു. നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഇന്ന് വളരെ ശാന്തമായിട്ടൊരു ദിവസമായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഒരു യാത്ര യാഥാർത്ഥ്യമാക്കി തന്ന നമ്മളുടെ സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലിന് ഞാൻ താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂറോപ്പ് അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ്, UK, ഇവിടെ എവിടെ വേണമെങ്കിലും MBBS അതുപോലെ നഴ്സിംഗ് പോലെയുള്ള ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണലിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇങ്ങനത്തെ ടൂർസ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ റോയൽ സ്കൈനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ദുബായിലേക്കും തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, സിംഗപ്പൂർ, അസർബൈജാൻ തുടങ്ങിയ ഒത്തിരി സ്ഥലങ്ങളിലേക്ക് ടൂർസ് ചെയ്യുന്നുണ്ട് ഹാരിസിക്കയുടെ റോയൽ സ്കൈ. അപ്പോൾ അതിൻ്റെ കോൺടാക്ട് ഇൻഫർമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാമേ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായി? മാമ എന്തേ ഹജ്ജിന് പോണ പോലെ നിൽക്കണം? ഫുഡ് എങ്ങനെ ഉണ്ടായി? ഹജ്ജിൻ്റെ നാട് സൗദി. അടിപൊളിയല്ലേ? ഇഷ്ടപ്പെട്ടാ? യെസ്. അമ്മയ്ക്കോ? സൂപ്പറായിരുന്നല്ലേ അങ്കിൾ? ഹലോ, അടിപൊളിയായിരുന്നു കേട്ടോ താങ്ക് യു ഫുഡ്. യെസ്. ആൻറ്റി പോവാം നമുക്ക്. ക്ഷീണിച്ചാ? ഞാൻ മാമി ഇന്ന് പോയി കിടന്നുറങ്ങിയ നാളെ ഉച്ചക്ക് എണീറ്റാൽ മതി. ഇവിടെ അങ്ങനെയാണ് അറബി നാട്ടിലൊക്കെ കേട്ടാ. വാ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വളരെ ശാന്തമായ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ആൻഡ് ബിഗ് താങ്ക്സ് ടു റിക്കി ആൻഡ് മേഘ ഇന്ന് എന്നെ എൻ്റർടൈൻഡ് ആക്കി നിർത്തിയതിൽ. ഞാൻ അങ്കിളും എൻ്റെ എല്ലാവരുമായിട്ട് ചില്ലായിരുന്നു. അപ്പോഴാണ് ഇവർ വന്നിട്ട് ഒന്നുകൂടി അൾട്രാ ചില്ലാക്കി തന്നു ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ സ്റ്റഡി ലിങ്ക്സ് ഇൻ്റർനാഷണൽ പ്രസൻസ് അമ്മാമ ഇൻ ദുബൈയുടെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ. ബൈ പറഞ്ഞോ ബ്രോ. ബൈ ബ്രോ. കാണിക്കുന്നുണ്ടല്ലോ. ഓക്കെ.